ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ ആൻസിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മുടെ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞ തകർന്നടിയാൻ പോകുന്നു ഓഹരി വിപണി എന്നൊക്കെ പറഞ്ഞ മാർക്കറ്റിൽ ഒരു ക്യാപ്ഷനൊക്കെ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇന്നലെ ഇന്നൊക്കെ വന്ന് നടന്ന കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ക്യാപ്ഷൻ എനിക്ക് തരേണ്ടി വരുന്നത്. അപ്പൊ നിങ്ങൾ ഓർത്തോളുക, ഈ ക്യാപ്ഷൻ ചുമ്മാ പറഞ്ഞതല്ല, ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് മാത്രമാണ് അത് പറഞ്ഞത്. നമ്മുടെ ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ട് ഇറാൻ പുതിയൊരു യുദ്ധത്തിന്റെ ഒരു തുടക്കം ഇട്ടിട്ടുണ്ട്. സോ എന്താണ്, ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനെതിരെ മിസൈലൊക്കെ ആക്രമണം ഇന്നലെ തുടങ്ങിയായിരുന്നു. ഇറാൻ തിരിച്ച് അങ്ങോട്ടും ആക്രമിച്ചു. US കൂടെ ഇറാന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് US ഇസ്രായേലും കൂടെ ചേർന്നാണ് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ചേർത്ത് നിന്നത്. സോ സ്വാഭാവികമായിട്ടും ഇവർ തമ്മിലുള്ള എന്ത് കാരണം എന്ന് അറിഞ്ഞുകൂടാ, ഈ പല കാരണങ്ങൾ കാണുമായിരിക്കും. പക്ഷെ എന്നിരുന്നാൽ കൂടി യുദ്ധം എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞ ഒരു ശാപം പിടിച്ചൊരു സംഗതിയാണ്. നമ്മളെ സംബന്ധിച്ച് യുദ്ധം എന്ന് പറഞ്ഞാൽ വേണ്ടാത്തതാണ്. കാരണം സമാധാനമാണ്. എനിക്കും പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പല അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഇവഞ്ച്വലി യുദ്ധം എന്ന് പറയുന്ന നമ്മുടെ ഒരു എക്കണോമിക് എന്താണ് മോശം അവസ്ഥയാണ്. സോ അതിന്റെ കൂടാതെ സെബിയുടെ അമ്മച്ചി ഇന്നലെ വൈകിട്ടത്തെ മീറ്റിംഗിൽ അവർ കുറച്ച് പുതിയ റൂൾസ് ഒക്കെ കൊണ്ടുവന്നു. ആ പുതിയ റൂളാണ് നിങ്ങൾ ഇപ്പം കാണുന്നത്. എന്താണ്, അപ്രണ്ടിന്റെ അതായത് February 1, 2025 തൊട്ട് ഓപ്ഷൻ ബയർക്ക് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ വാങ്ങാവുള്ളൂ. ഇപ്പൊ ഞാനൊക്കെ എന്ത് ചെയ്യുന്നത്, ഷെയർ പ്ലഡ് ചെയ്ത് ഓപ്ഷൻ ബൈ ചെയ്യുന്നു, 3 ദിവസം കഴിയുമ്പോൾ തിരിച്ച് വീണ്ടും ക്രെഡിറ്റ് ക്ലിയർ ആക്കുന്നു. അങ്ങനെ ആ രീതിക്കൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്നെപ്പോ അല്ലെങ്കിൽ പല ആൾക്കാർക്കും ഷെയറിന് അഗേൻസ്റ്റ് പ്ലഡ്ജഡ് ഷെയർസിന് അഗേൻസ്റ്റ് ഓപ്ഷൻസ് വാങ്ങുന്നുണ്ട്. അത് ഇനി എന്ത് ചെയ്യുന്നു, February 1 തൊട്ട് ഇനി അടുത്ത വർഷം February 1 തൊട്ട് അത് നടക്കില്ല. ഇനി ഉള്ള കാശിന് മാത്രമേ ഷെയർ മേടിക്കാവുള്ളൂ. പിന്നെ കലണ്ടർ സ്പ്രെഡിന്റെ എക്സ്പയറി ഡേറ്റ് എന്ന് കലണ്ടർ സ്പ്രെഡ്, അതായത് നമ്മളിപ്പോ ഈ മാസം വാങ്ങിച്ചിട്ട് അടുത്ത മാസം വിൽക്കുന്നതൊക്കെ കലണ്ടർ സ്പ്രെഡ് ആയിട്ട് വരുന്നത്. ഈ കലണ്ടർ സ്പ്രെഡിനൊക്കെ എക്സ്പയറി ഡേ എന്ന് കണക്കാക്കില്ല. അപ്പൊ എന്ത് പറ്റും, അന്ന് നമ്മൾ ഫുൾ മാർജിൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഇൻട്രാഡേ മോണിറ്ററിംഗ് പൊസിഷൻ ലിമിറ്റ്, അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് ഇത്ര പെർസെന്റേജ് പൊസിഷൻ കൂടാൻ പാടില്ലെന്നോ അങ്ങനെയൊക്കെ ഉള്ളത്, അത് April 1 അടുത്ത വർഷം തൊട്ട്. ഈ കോൺട്രാക്ട് സൈസ് എന്ന് പറഞ്ഞത് November 20 ഈ അടുത്ത മാസം 20 അത് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ വീക്കിലിയുടെ ഇൻഡെക്സ് ഡെറിവേറ്റീവിന്റെ കോഡൊക്കെ, അതായത് ഇപ്പം എല്ലാ ദിവസവും എല്ലാ മാസവും നമുക്ക് എല്ലാ ആഴ്ചയിലും മിഡ് ക്യാപ്പ്, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റി, സെൻസെക്സ്, ഇങ്ങനെ 5 ബാങ്ക് ഇങ്ങനെ 6 തരം ഇൻഡെക്സുകൾ എല്ലാ വീക്ക് നമുക്ക് എക്സ്പയർ ആകുന്നു. അപ്പൊ അവ തമ്മിൽ റാഷണലൈസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വീക്കിലി 1, 2 അല്ലെങ്കിൽ അതായത് എന്താണ്, BSE സംബന്ധിച്ച് ഒരു എക്സ്പയറിയും നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു എക്സ്പയറിയും ആക്കി മാറ്റണമെന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്, സെബി പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത് എന്താണ്, ഇൻക്രീസ് ദ ടെയിൽ റിസ്ക്, അതായത് എൻഡ് ഓഫ് ദ ഡേയുടെ ഓപ്ഷൻ റൈറ്റേഴ്സിന്റെയും ബയേഴ്സിന്റെയും ഒക്കെ ഒരു മാർജിൻ സൈസ് ഒന്ന് എന്താണ്, അത് ആ ഒരു ഇൻക്രീസ് ടെയിൽ റിസ്ക് എന്ന് പറയും, കവറേജിന്റെ ഏതാണ് എക്സ്പയറി ഡേറ്റ് ആണ്. ആ ഓപ്ഷൻസിന്റെ അത് കൂടുതലായി ബാധിക്കുന്നത് ഓപ്ഷൻ റൈറ്റേഴ്സിനാണ് കൂടുതലായി ബാധിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സെബി കൊണ്ടുവന്നത്. 6 കാര്യങ്ങൾ സെബി കൊണ്ടുവന്നു. അതില് കോൺട്രാക്ട് സൈസ്, നമ്പർ ഓഫ് എക്സ്പയറീസ് ഇൻ എ വീക്ക്, പിന്നെ എക്സ്പയറിഡ് എന്നുള്ള എന്താണ് ഓപ്ഷൻ മാർജിൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, റിസ്ക് കവറേജ് ഒക്കെ, ഇതെല്ലാം അടുത്ത മാസം 20 നവംബർ മാസം 20 തൊട്ട് പ്രാബല്യത്തിൽ വരികയാണ്. ബാക്കിയെല്ലാം അടുത്ത വർഷം ആണെങ്കിൽ കൂടി ഇവഞ്ച്വലി ഒരു നീ ജെർക്ക് റിയാക്ഷൻസ് ആണ് നമ്മുടെ മാർക്കറ്റ് തരാൻ പോകുന്നത്. അപ്പൊ ഇത് സെബിയുടെ ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ തിങ്കളാഴ്ച നമ്മുടെ മാർക്കറ്റ് ഇറങ്ങാൻ ചിലപ്പോൾ ഈ സെബിയുടെ ഒരു പുകമറ തന്നെ ആയിരിക്കും കാരണം എന്നാണ് എനിക്ക് വിശ്വാസമുള്ളത്. കാരണം ഇറാന്റെ യുദ്ധത്തിന്റെ കേസ് ഇന്നലെ ആയിരുന്നു മാർക്കറ്റിലേക്ക് പൊട്ടി വന്നത്. സോ മിക്കവാറും ഇടികെട്ടി വെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന അവസ്ഥയിലാണ് ഇപ്പൊ. അതായത് യുദ്ധം തുടങ്ങി, കൂടെ സെബിയും കടിച്ചു. അപ്പം സെബി പണി വന്നു, യുദ്ധവും തുടങ്ങി. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് നാളെ നോക്കേണ്ടത് 25,500 നിഫ്റ്റി വരുമോ, അതോ നമ്മളെ മാർക്കറ്റ് ഇനിയും അത് താഴെ പോകുമെന്ന് നമുക്ക് നോക്കാം. സോ ഇന്നലത്തെ അവസ്ഥ നോക്കുമ്പോൾ എനിക്ക് ഒരു കാര്യത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മുടെ ഏതാണ് ഡൗ ജോൺസ് വെറും 109 പോയിന്റാണ് ഇന്നലെ ഡൗൺ ആയിരിക്കണം. S&P വെറും 7 പോയിന്റ് മാത്രമേ ഇന്നലെ ഡൗൺ ആയിട്ടുള്ളൂ. അതുകൂടാതെ നാസ്ഡാക്ക് മാത്രം, IT സ്റ്റോക്സ് നല്ല ഇറങ്ങി അടിച്ചിട്ടുണ്ടെങ്കിൽ 19,600 സംതിങ് ഒന്നെങ്കിൽ കൂടെ അവൻ 19,773 ഭാഗത്തൊക്കെയാണ് അവനും ക്ലോസ് ചെയ്തിരിക്കുന്നത്.
പക്ഷെ നമ്മുടെ നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ നിക്കായി ഒക്കെ പ്ലസ് ആണ്. എനിക്ക് വലിയൊരു ഇതെന്ന് ഗോൾഡ് കേറിയ ഗോൾഡ് ഇറങ്ങിയിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ കുറച്ച് കയറിയിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ കുറച്ച് അപ്പോർഡ് ഡയറക്ഷനിലേക്ക് പോയി. ക്രൂഡ് ഓയിൽ ഏകദേശം $66 കിടന്ന ക്രൂഡ് ഓയിൽ $72 വന്ന് $6 ക്രൂഡ് ഓയിൽ മാറിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നിഫ്റ്റി കാണിക്കുന്നത് 26,801 ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന 25,969 ഭാഗത്താണ്. നിഫ്റ്റി 170 പോയിന്റുള്ള മൈനസിലൊക്കെയാണ് നമ്മുടെ നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് ഗാന്ധി ജയന്തി ആയതുകൊണ്ട് നിഫ്റ്റി മൂവ്മെന്റ് ഇല്ല. അവന് ആ ഭാഗത്ത് തന്നെയാണ് അവനും ട്രേഡ് ചെയ്യുന്നത്. വേറെ മൂവ്മെന്റ് ഞാൻ കാണുന്നില്ല. അപ്പം നമുക്ക് നോക്കേണ്ടത് താഴെ മാർക്കറ്റ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് സോണുകളൊക്കെ നിൽക്കുവോ അതോ അത് പൊട്ടി താഴേക്ക് പോകുമോ എന്ന് നോക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ദിവസം നോക്കുകയാണെങ്കിൽ നമ്മുടെ ബെയറിഷ് റെഫറൻസിനും നമ്മുടെ കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ POCയുടെ ഇടയിൽ കിടന്ന നിഫ്റ്റി കിടന്ന് കളിച്ചത്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ബെയറിഷ് റെഫറൻസിനും ഇന്നലത്തെ ചൊവ്വാഴ്ചത്തെ POCയുടെ ഇടയ്ക്കാണ് തിങ്കളാഴ്ചത്തെ POCയുടെ ഇടയ്ക്കാണ് ബാങ്ക് നിഫ്റ്റിയും കളിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഒരു പ്യൂർലി ഒരു ബാലൻസ് ആയിരുന്നു നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി എന്ന് ഞാൻ പറയുള്ളൂ. 20 പോയിന്റ് മൈനസിലും 54 പോയിന്റ് മൈനസിലാണ് രണ്ടും ഇൻഡെക്സ് ക്ലോസ് ചെയ്തത്. സോ ഇതാണ് നമ്മുടെ ഒരു ചുരുക്കം ചില സമ്മറി. അപ്പൊ ആദ്യം ഈ സെബിയുടെ കേസിൽ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെബിയുടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പണ്ട് നമ്മുടെ ലോട്ട് സൈസ് കുറച്ചു. പണ്ട് 75 അന്ന് നമുക്ക് കവറേജ് ഓർഡറും ബാക്കിയുള്ള ഈ ഇൻട്രാഡേ ഒക്കെ ഓർഡർ എടുക്കുമ്പോൾ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ഒക്കെ വാങ്ങായിരുന്നു. അപ്പൊ അന്ന് അത് കട്ട് ചെയ്ത് കളഞ്ഞ് ഫുൾ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ എന്ന അവസ്ഥ. അപ്പം കുറച്ച് കാലത്ത് ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് കുറച്ച് താമസം പിടിച്ചെങ്കിൽ കൂടെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് അത് ട്രേഡ് ചെയ്ത്. ഈ സെബിയുടെ റൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റൂളിൽ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ ഒരു കണക്കൂട്ടിൽ ഫ്യൂച്ചർ ബയറിനും ഓപ്ഷൻ സെല്ലേഴ്സിന് മാത്രമേ കുറച്ചും കൂടെ കൂടുതലായിട്ട് എനിക്കൊരു എന്തുവാണ് അവരുടെ 10 ലോട്ട് ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ 5 ലോട്ട് ചെയ്യാൻ പറ്റുള്ളായിരിക്കും. അപ്പം ഫ്യൂച്ചറിൽ 10 ലോട്ട് ചെയ്യുന്ന ആൾക്ക് 3 ലോട്ടിൽ 5 ലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഓപ്ഷൻസിൽ ആ രീതിക്ക് മാത്രമേ ബാധിക്കുന്നതെന്ന് തോന്നുന്നത്. ഓപ്ഷൻ ബയറിനെ സംബന്ധിച്ച് കോൺട്രാക്ട് കൂടിയാലും നമ്മൾ വാങ്ങുന്നവന് അത്രയും പൈസ. ഫോർ എക്സാമ്പിൾ ഞാൻ 25,500 ഓപ്ഷൻ ഇപ്പം കിടക്കുന്ന 25 അപ്പൊ 75 ആയെന്ന് വെച്ചോ, അല്ലെങ്കിൽ 100 ആയെന്ന് വെച്ചോ. അപ്പൊ അതിന്റെ ഓപ്ഷൻ 300 രൂപ ആണെങ്കിൽ ഇപ്പൊ എനിക്ക് 7,500 കൊടുക്കുന്ന സ്ഥലത്ത് അടുത്ത 100 ആകുമ്പോൾ എനിക്ക് 30,000 കൊടുക്കണം. അപ്പൊ ഞാൻ എന്റെ 25,500 പകരം ഞാൻ 25,800 വല്ലതും മേടിക്കുമായിരിക്കും. സോ നമ്മളുടെ ഒരു റിസ്കിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഓപ്ഷൻ പ്ലേയേഴ്സ് മൂവ് ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം. ഈ ഒരു റിയാക്ഷൻ മാർക്കറ്റ് ഉണ്ടെങ്കിൽ കൂടി അത് താൽക്കാലികമായിട്ട് ആയിരിക്കുമെന്നാണ് എന്റെ ഒരു മാർക്കറ്റ് സ്റ്റഡി പ്രകാരമുള്ള ഒരു വിശ്വാസം. നമുക്കിനി നോക്കേണ്ടത് അതൊരു സൈഡ് നിൽക്കട്ടെ. നമുക്ക് യുദ്ധത്തിന്റെ കാരണം കൊണ്ട് നമുക്കറിയില്ല. യുദ്ധം എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് നീച്ചർക്ക് റിയാക്ഷൻസ് ഒക്കെ മാർക്കറ്റിൽ വരും. വളരെ പെട്ടെന്ന് തന്നെ മാർക്കറ്റ് അടിക്കാനും വളരെ പെട്ടെന്ന് തിരിച്ചു കയറാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായതുകൊണ്ട് നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ലെവൽസ് ഒക്കെ നമുക്ക് നോക്കി വെച്ചിരിക്കാം. അപ്പം നമുക്ക് ആദ്യം നോക്കേണ്ടത് നിഫ്റ്റിയുടെ. ഇപ്പൊ നിഫ്റ്റി കൃത്യമായി പറയുന്നത് ഒരു ബാലൻസിങ് ആയിരുന്നു. ഇന്നലെ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. ഫസ്റ്റ് ടാർഗറ്റ് നിഫ്റ്റി തന്നിട്ട് നിഫ്റ്റി എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിഫ്റ്റി POCയുടെ ഭാഗത്ത് തന്നെയാണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 25,972 നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള POC. ഇപ്പൊ 25,972 25,972 നിഫ്റ്റിയുള്ള POC. ആ POCയുടെ ഭാഗത്താണ് അവൻ ക്ലോസ് ചെയ്യുക. അപ്പൊ നമുക്ക് വ്യക്തമായി നമുക്ക് നിഫ്റ്റിയുടെ ലെവൽസ് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നിഫ്റ്റിയുടെ ബാക്കിയുള്ള ഇതെല്ലാം കളഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നിഫ്റ്റിയുടെ POC ഒക്കെ നമ്മൾ 25,973 നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള POC. അപ്പൊ അത് ഞാനൊന്ന് മാർക്ക് ചെയ്യണേ. 25,025 ഇതാണ് POC. നമ്മുടെ എന്താണ് POC 25,973 ഇതാണ് നമ്മുടെ POC. POCയുടെ കളർ നിങ്ങൾക്ക് അറിയാതിരിക്കില്ല, മഗ്നീറ്റ കളറാണ് നമ്മൾ POC. പിന്നെ നോക്കേണ്ടത് നമുക്ക് മുകളിലോട്ട് പോയി. ഫസ്റ്റ് മുകളിലോട്ട് 26,100 എന്ന് പറഞ്ഞ സാധനം ഇപ്പോഴും ഒരു റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുന്നു. 26,100 മുകളിൽ മാത്രമേ നിങ്ങൾ ഇനി ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇപ്പൊ 26,100 നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ബുള്ളിഷ് ആയിട്ടുള്ള റെഫറൻസും മാർക്കറ്റില് നമ്മുടെ അതിനു മുകളിൽ മാത്രമേ നിങ്ങൾ ഇനി ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. സോ ഇതാണ് 25,100 നമ്മളെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസും അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കണമെങ്കിൽ മാത്രം ബൈ ആയി. നമുക്ക് ഇനി നോക്കേണ്ടത് താഴോട്ടുള്ള ബെയറിഷ് റെഫറൻസ് ഈ 25,850 ആണ്. അതായത് കഴിഞ്ഞ 23-ാം തീയതി വന്ന ഓപ്പണിംഗ് ആയ 25,850 ആണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ബെയറിഷ് റെഫറൻസ്. 25,850 ആണ് എന്നെ സംബന്ധിച്ചുള്ള ഒരു ബെയറിഷ് റെഫറൻസ്. അത് ഈ 20 ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് 25,850 ആണ്. 25,850 ആണ് എന്നെ സംബന്ധിച്ചുള്ള ഒരു ബെയറിഷ് റെഫറൻസ്. അതിന് താഴെ മാത്രമേ നമുക്ക് ഇനി സെല്ലിങ് ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം എന്ത് വരച്ചു, ബുള്ളിഷ് റെഫറൻസ് 26,100, ബെയറിഷ് റെഫറൻസ് എന്താണ്
25,850. ഓക്കെ, ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ഇമ്പോർട്ടന്റ്. ഇനി നമുക്ക് നോക്കേണ്ടത് താഴേക്ക് ഇങ്ങനെ പോകും. 25,850 പൊട്ടുകയാണെങ്കിൽ 25,775, 25,025 ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ 25,775ലേക്കും ഫസ്റ്റ് സപ്പോർട്ട്. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ഈ പി ഒ സി ആയ 25,695 നിഫ്റ്റി വരാൻ ചാൻസ് കൂടുതലാണ്. അത്രയാണ് ഈ പി ഒ സി ആയ 25,695 കൂടെ വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇതാണ് S2. സോ ഈ 25,695 പൊട്ടുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് 25,600. ഇതായിരിക്കും നമുക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സെക്കൻഡറി അല്ലെങ്കിൽ തേർഡ് ലെവൽ എന്ന് പറഞ്ഞാൽ നല്ല സെൽ ഓഫ് വരണമെങ്കിൽ ഇവിടെ വരെ വരാനുള്ള ചാൻസും അതിപ്പോ അതിന് താഴെ പോകാം. പക്ഷെ നമുക്ക് ഇത്രയും മറ്റാതെ നമ്മളെ സംബന്ധിച്ച് ഇത്രയും റെഫറൻസ് മതി. സോ ബേറിഷ് റെഫറൻസ് ആയ 25,850 താഴെ നിൽക്കുകയാണെങ്കിൽ 25,775, 25,695, 25,600 വരെയുള്ള ചാൻസ് കൂടുതലാണ് നിഫ്റ്റിയെ സംബന്ധിച്ച്. ഇനി മുകളിലോട്ടെന്ന് പറയുകയാണെങ്കിൽ 26,100 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 26,167, 26,167. അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള എന്താണ് ഒരു S3 എന്ന് പറയും. R1, അത് നമ്മുടെ ഒരു ഇതാണ് R1 ആണ്. പക്ഷെ അതിന്റെ കളർ നിങ്ങൾ മാറ്റി കറുപ്പാണ്. റെസിസ്റ്റൻസ് 26,167. അതിനു മുകളിൽ നിൽക്കുകയാണെങ്കിൽ 26,227, 26,227, 26,227. അതിന് താഴെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ 26,300 എന്ന് പറഞ്ഞ ലെവലിലേക്ക് നിഫ്റ്റി പോയി. 26,300 എത്രയാണ്? 26,300 എന്ന് പറഞ്ഞ ലെവലിലേക്ക് നിഫ്റ്റി പോവുക. അപ്പം നിങ്ങൾ ഓർത്തോളുക, നിഫ്റ്റിയെ സംബന്ധിച്ച് 25,850 ബെയറിഷ് റെഫറൻസ്, 26,100 ബുള്ളിഷ് റെഫറൻസ്. അപ്പൊ ഇതിന് മുകളിൽ ബുള്ളിഷിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 26,100 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 26,167, 26,227, 26,300. ഇനി 25,850 താഴെ നിൽക്കുകയാണെങ്കിൽ 25,775, 25,695, 25,600. സോ ഇൻ ബിറ്റ്വീൻ ബുള്ളിഷ് ആൻഡ് ബെയറിഷ് ആണെങ്കിൽ മാർക്കറ്റ് ഒരു ബാലൻസിങ് തരാനുള്ള ചാൻസ് ആയിരിക്കും. ഓപ്ഷൻ റൈറ്റേഴ്സിന്റെ പ്ലേ ആയിരിക്കും ഇവിടെ സംഭവിക്കാൻ പോണത്. ഇനി ഒരു അറ്റ് എക്സ്ട്രീം നിങ്ങൾ എന്തെങ്കിലും നോക്കി ഓർത്തോളുക. നമ്മളെ സംബന്ധിച്ച് SD ബാൻഡ് നിൽക്കുന്നത് 25,544 ഭാഗത്താണ്. സോ 25,695 പൊട്ടുകയാണെങ്കിൽ ഈവൻച്വലി നിഫ്റ്റിയെ സംബന്ധിച്ച് 25,544 വരാനുള്ള ചാൻസ് ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. നാളെ നല്ല അടിച്ച് താഴെ ഇറങ്ങി വരികയാണെങ്കിൽ 25,695 പൊട്ടുകയാണെങ്കിൽ 25,500 ഭാഗത്തേക്ക് 544 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. അതാണ് ഞാൻ ക്യാപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. 25,500 നിഫ്റ്റി വരുന്നു എന്ന് പറഞ്ഞൊരു ക്യാപ്ഷൻ വെച്ചേക്കുന്നത്. നാളെ അടിച്ചിറങ്ങണമെങ്കിൽ മാത്രമേ ആ ഒരു ക്യാപ്ഷനെ കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. ഇല്ല എങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ തന്നെ കിടന്ന് കളിക്കാനുള്ള ചാൻസ് ആയിരിക്കും നമുക്ക് നിഫ്റ്റി കൂടുതൽ. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി ലെവൽ. അപ്പൊ നമുക്ക് നോക്കേണ്ടത് അടുത്ത ആശാര ആരാണ്? ബാങ്ക് നിഫ്റ്റി. സോ ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ ഡേ ആയിരുന്നു. ചെറിയൊരു എക്സെഷൻ സീരീസ് തന്നെങ്കിൽ കൂടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ അവൻ പി ഒ സിയും നമ്മളെ ഇമ്പോർട്ടന്റ് ഏരിയ 53,382 പറഞ്ഞ പി ഒ സിയുടെ ഭാഗത്താണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. സോ വളരെ ബ്രിമ്മിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ 53,000 ഇന്നത്തെ പി ഒ സി എന്ന് പറഞ്ഞാൽ 53,415 പി ഒ സി. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് നോക്കേണ്ടത് എന്താണ്? ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് നോക്കേണ്ടത് 53,000 എത്രയാണ്? 53,415 ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ആയ ഏരിയ. അപ്പൊ ഞാൻ ഈ ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ആദ്യം പി ഒ സി 53,415 അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള പി ഒ സി. ഓക്കെ, ഈ പി ഒ സിക്ക് മുകളിൽ നമുക്ക് എന്താണ് പി ഒ സിയുടെ നമ്മൾ ഫസ്റ്റ് ഈ പി ഒ സി. ഓക്കെ, ഈ പി ഒ സി നമുക്ക് നോക്കേണ്ട എന്താണ്? നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ പി ഒ സിയുടെ കളർ നമുക്ക് മഗ്നീറ്റ ആയതുകൊണ്ട് ഞാൻ ആ മഗ്നീറ്റ കളർ ഇവിടെ കൊടുക്കുകയാണ്. ഇനി 53,415 മുകളിൽ അടുത്ത നിൽക്കുന്ന സമയത്ത് മുകളിലോട്ടുള്ള ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 53,660. അന്നേരത്ത് ഞാൻ പറഞ്ഞത് 53,660 ഇപ്പോഴും നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിൽ മാത്രമേ നിങ്ങൾ ഇനി ബൈ ചെയ്താൽ മതി. 56, അതായത് നമ്മളെ സംബന്ധിച്ച ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ
53,660, 53,660 നമ്മളെ ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിൽ മാത്രമേ നിങ്ങൾ ഒരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇനി ബെയറിഷ് റെഫറൻസ് നമ്മൾ 53,240, ഇന്നലെ വന്ന ലോയാണ്. ഞാൻ 250 ഞാൻ ഒരു ബെയറിഷ് റെഫറൻസ് കിട്ടുന്നത്. 53,250 നമ്മളെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. അപ്പം ബുള്ളിഷും ബെയറിഷും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ബെയറിഷ് റെഫറൻസ് എത്രയാണ്? 53,250, ബെയറിഷ് റെഫറൻസ് അല്ല ബുള്ളിഷ് റെഫറൻസ് 53,660. സോ ഇനി താഴോട്ട് വരാണ്. 53,250 താഴെ നിൽക്കുകയാണെങ്കിൽ 53,000 എത്രയാണ്? 69 ഫസ്റ്റ് ടാർഗറ്റ് നമ്മളെ സംബന്ധിച്ചുള്ളതാണ്. 53,069, 53,069 അത് നമ്മളെ സംബന്ധിച്ച് 53,069 ഫസ്റ്റ് ടാർഗറ്റ്. അതിന് ഫസ്റ്റ് ടാർഗറ്റ്. ഇപ്പൊ ബെയറിഷ് റെഫറൻസിന്റെ ഒരു കളർ ഞാൻ എന്ത് ചെയ്യണം? ഇതിന്റെ കളർ ഞാൻ ഒരു കാര്യം ചെയ്യണം. ഈ കളർ ഞാൻ മാറ്റിക്കോട്ടെ, പച്ച കളർ ആയിക്കോട്ടെ. ഈ അടുത്ത ഇതും പച്ച കളർ ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ സപ്പോർട്ട് അറിയാലോ. ഫസ്റ്റ് സപ്പോർട്ടും ബെയറിഷ് റെഫറൻസ് ആയ ഫസ്റ്റ് സപ്പോർട്ട് 53,069 താഴെ നിൽക്കാൻ അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ POC ആയ 53,808 ആണ്. 52,808 അടുത്ത സപ്പോർട്ട്. അപ്പൊ അത് ഓർത്തോളുക. ഇതാണ് S2. ഓക്കെ. ഈ 52,808 പൊട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇനി അടുത്ത ലെവലായ 52,650 എന്ന് പറഞ്ഞ ലെവലിലേക്ക് ബാങ്ക് നിഫ്റ്റി വരേണ്ട ചാൻസ് കൂടും. 52,650. സോ ഇതാണ് നമ്മളെ സംബന്ധിച്ച് S3 എത്രയാണ്? 52,650. ഓക്കെ. ഇതായിരിക്കും നമ്മളെ ബാങ്ക് നിഫ്റ്റിയിലെ ഒരു ലെവൽ. അപ്പൊ 53,250 പൊട്ടുകയാണെങ്കിൽ 53,069, 52,808, 53,650. ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഫസ്റ്റ് ഞാൻ പറഞ്ഞു 53,660 മുകളിൽ മാത്രമേ ഫസ്റ്റ് ബൈ ഉള്ളൂ. അത് 660 മുകളിൽ 53,882, 53,882 അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് എന്താണ് റെസിസ്റ്റൻസ്. ഓക്കെ. അപ്പൊ അത് ഞാൻ R1 എന്നുള്ള രീതിയിലേക്ക് ഞാനത് മാറ്റി വയ്ക്കാം. R1 റെസിസ്റ്റൻസ് 1. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്തതെന്ന് പറഞ്ഞാൽ 54,048 എന്ന് പറഞ്ഞാൽ ഈ POC 54,048 ഇതാണ് ഓക്കെ. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത എത്രയാണ്? 54,142 എന്ന് പറഞ്ഞ ഈ POC 54 POC 54,142. ഓക്കെ. ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള എന്താണ് ഒരു ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്. നിങ്ങൾ ഓർത്തോളുക, ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് മുകളിലോട്ട് എന്ന് പറയുമ്പോൾ എന്താണ് 53,660 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ എന്താണ് ബാങ്ക് നിഫ്റ്റിക്ക് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 53,882, 54,048, 54,142. ഇനി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 53,250 താഴെ നിൽക്കുകയാണെങ്കിൽ 53,069, 52,098, 52,650. ഇത് നമ്മുടെ ഈ എല്ലാ ലെവലും നോക്കി വെക്കുക. നിങ്ങൾ ലെവൽ ട്രേഡ് ചെയ്യാനുള്ള വീഡിയോ ഞാൻ നമ്മുടെ റീസെന്റ് ചെയ്തൊരു വീഡിയോ കൊടുത്തു. എങ്ങനെയാണ് ലെവൽ ട്രേഡിംഗ് ചെയ്യണം എന്ന് പറഞ്ഞ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കാണുക. ഇത് 5 മിനിറ്റ്സ് ചാർട്ടിൽ ഉപയോഗിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുക. സോ നാളെ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവുന്ന സെല്ലിംഗ്, അതായത് രണ്ട് ഇടിവെട്ടിവനെ പാമ്പ് കടിച്ച അവസ്ഥ നിൽക്കുന്ന അവസ്ഥ, അതായത് യുദ്ധവും സെബിയും കൂടെ ചേർന്ന് നാളെ നമ്മുടെ മാർക്കറ്റിനെ എത്രത്തോളം താഴെ ഇറക്കുമോ മാർക്കറ്റ് ന്യൂട്രൽ ആക്കോ, ഇതൊന്നും നമുക്ക് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാവർക്കും ഇതിൽ കൂടി നല്ലൊരു ഗാന്ധി ജയന്തി നേർന്നുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണു ഗുപ്തൻ. ടേക്ക് കെയർ. ബൈ ബൈ.